ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബെയർ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സാധാരണ ഇതിൽ എടുക്കാറുള്ള ഒരു ടോപ്പിക്കൽ എടുത്തിരിക്കുന്നത് കുറച്ചും കൂടി ന്യൂസ് മീഡിയ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മറ്റു ചില വിഷയങ്ങൾ കണ്ടു, ഒരു മൈലാഞ്ചി വിഷയമൊക്കെ കണ്ടു, അതൊന്നും എനിക്ക് തോന്നിയില്ല, സംസാരിക്കേണ്ട വിഷയമായിട്ട് തോന്നില്ല, അതുകൊണ്ടാണ് എടുക്കാതിരിക്കുന്നത്. റിപ്പോർട്ടർ TV-യിൽ പ്രമുഖരായിട്ടുള്ള 5 മാധ്യമ പ്രവർത്തകരെ ഐക്കണാക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലായിരുന്നു റിപ്പോർട്ടർ TV എന്നുള്ളത്. നികേഷ് കുമാർ, അരുൺ, ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി. ന്യൂസ് കാണുന്നവർ ശ്രദ്ധിച്ചിട്ടുള്ള ലൈംലൈറ്റിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ എല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു ചാനലിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ വളരെ പെട്ടെന്നാണ് ഈ ന്യൂസ് ചാനലുകളുടെ ഇടയിൽ ഇടം സൃഷ്ടിച്ചെടുത്തത്. ഏഷ്യാനെറ്റ് ആയിരുന്നു ഇതുവരെയും ഏറ്റവും മുന്നിൽ. ഇടയ്ക്ക് 24 ന്യൂസ് കയറി വന്നു, വീണ്ടും 24 ന്യൂസ് താഴെ പോയി. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ നമ്പർ 1 ചാനൽ റേറ്റിംഗ് അനുസരിച്ച് മുന്നിൽ നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ്. ഒരുപക്ഷെ ഈ കാര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. അതിലെ പ്രമുഖനായ മറ്റൊരു വ്യക്തിയെ, കാരണം നികേഷ് കുമാർ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലില്ല, പിന്നെയുള്ള ഏറ്റവും പ്രമുഖരായ 4 പേരിൽ ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഈ ഉണ്ണി ബാലകൃഷ്ണനെ ഏഷ്യാനെറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഏഷ്യാനെറ്റിലേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ പോകുന്ന വാർത്ത ഒരു 2-3 ആഴ്ചയായിട്ടുണ്ട്. ജൂൺ 10 ജോയിൻ ചെയ്യുമെന്നൊക്കെ ആയിരുന്നു അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെയായിട്ടും ജോയിൻ ചെയ്തിട്ടില്ല. ഇതിനിടയിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഉണ്ണി ബാലകൃഷ്ണൻ ദേശാഭിമാനി വാരികയിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. ആ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്നത് മാത്രമല്ല, ആ ലേഖനം വരുന്നതിനെ കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. കാരണം ഫാസിസത്തിനെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഇടതുപക്ഷത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ടെങ്കിലും വലതുപക്ഷത്തെ കഠിനമായി വിമർശിക്കുന്ന BJP അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ കഠിനമായി വിമർശിക്കുന്ന ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അങ്ങനെയുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് പോകുമ്പോൾ തന്നെ അതിനൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ ഏഷ്യാനെറ്റിന്റെ മുതലാളി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച വ്യക്തിയാണ്, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ ചാനലിലേക്ക് പോകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു വൈരുദ്ധ്യമാണ്. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിലാണ് ഇങ്ങനെ ഒരു കാര്യം പുറത്തു വരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട ഒരു പതിറ്റാണ്ടുകാലം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ മതാന്ധത കൊണ്ട് മാറ്റിത്തീർക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകപക്ഷീയമായി ചൊൽപ്പടിയിലാക്കുകയും ചെയ്യുന്ന മോദിസം 11ാം വർഷത്തിലേക്ക് നമ്മുടെ രാജ്യം ചുവടുവെക്കുന്നത് ഫാസിസത്തിലേക്കോ. ദേശാഭിമാനി വാരികയിൽ ഒരു ലേഖന പരമ്പര തുടങ്ങുന്നു ഈ ലക്കം മുതൽ എന്ന് പറഞ്ഞിട്ട് അതിലെ ഉണ്ണി ബാലകൃഷ്ണൻ ചിത്രം തന്നെയാണ് കവർ ഇമേജ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതിലിപ്പോൾ ഇത്ര വലിയ കാര്യം എന്തായിരിക്കുള്ളത്? ഉണ്ണി ബാലകൃഷ്ണൻ ഒരു ലേഖനം എഴുതിക്കൂടെ? അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മോദി സർക്കാർ എന്ന് പറയുന്നത് 11 വർഷം കംപ്ലീറ്റ് ചെയ്തു. 3ാമതും വിജയിച്ച മോദി സർക്കാർ അതിലെ 3ാമത്തെ ടൈമിൽ 1ാമത്തെ വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് പോകുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു വൈരുദ്ധ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരുപക്ഷെ അവർ തമ്മിലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എത്തിയിട്ടുണ്ടാവണം, ധാരണകൾ എത്തിയിട്ടുണ്ടാകും. എന്തൊക്കെ വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്നു, എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കുന്നു, എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖറോ ഏഷ്യാനെറ്റിൻ്റെ മാനേജ്മെൻറ്റിലുള്ളവരും ഉണ്ണി ബാലകൃഷ്ണനുമായിട്ട് ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടാകുമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലേഖനം പുറത്തു വരുന്നത് അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ ലേഖനത്തിന് ചില സ്നിപ്പറ്റുകളെ കുറിച്ച് അറിയാനായിട്ട് എനിക്ക് സാധിച്ചു. അതിലൊക്കെ ഈ പറയുന്ന ഫാസിസത്തെ തലോടിപ്പ് പോലെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മോദി സർക്കാരിനെ വെറുതെ ഒന്ന് തലോടിപ്പ് പോലെ ചെയ്തിരിക്കുന്നത്, കൃത്യമായിട്ട് വിമർശനങ്ങൾ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഉണ്ണി ബാലകൃഷ്ണൻ 10ാം തീയതി ജോയിൻ ചെയ്യുമെന്ന് പറയുന്ന കാര്യം ഇതുവരെയായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതിലേക്ക് വരുന്നത്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് വ്യക്തതയൊന്നുമില്ല. പക്ഷെ ഇതിനിടയിൽ ഒരു വാർത്ത വന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: ദേശാഭിമാനിയിലെ ലേഖനം ഉണ്ണി ബാലകൃഷ്ണന് പണിയായി, ജോയിനിങ് തീയതി നീട്ടി ഏഷ്യാനെറ്റ്, മോദിയെ വിമർശിച്ചാൽ മുതലാളി പൊറുക്കുമോ? തീർച്ചയായിട്ടും അതൊരു സംശയമാണ്. കാരണം ഇതോടൊപ്പം തന്നെ മറുനാടൻ മലയാളിയിൽ ഒരു വാർത്ത കണ്ടു, അതുപോലെ തന്നെ ജന്മഭൂമിയിൽ ഒക്കെ ഈ വാർത്തകൾ വരുന്നുണ്ട്. ഇങ്ങനെ മോദിയെ വിമർശിക്കുന്ന ഒരാളെയാണോ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന ഒരു ചാനലിലേക്ക് കൊണ്ടുവരുന്നത്? ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു അഭ്യൂഹം ഉണ്ണി ബാലകൃഷ്ണനുമായിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉണ്ണിയുടെ ജോയിനിങ് തീയതി നീട്ടി എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ഉണ്ണിയെ തഴയാനുള്ളൊരു സാഹചര്യമാണോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. നമുക്ക് ആ വാർത്ത ഒന്ന് വായിച്ചു നോക്കാം. കടുത്ത മത്സരത്തിന്റെ മുൻപിൽ നിൽക്കെ റിപ്പോർട്ടർ TV വിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്നലെ ജോലിക്ക് കയറാനിരുന്ന മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണന്റെ ജോയിനിങ് തീയതി നീട്ടി മാനേജ്മെന്റ്. മോദി സർക്കാരിനെതിരെ ദേശാഭിമാനി വാരികയിൽ എഴുതുന്ന പരമ്പരയാണ് പാരയായത്. ജനാധിപത്യം കൊല ചെയ്യപ്പെട്ട 11 വർഷങ്ങൾ എന്ന ലേഖന പരമ്പരയിലെ വസ്തുതകളെ ആശ്രയിച്ചാവും ഉണ്ണിയുടെ ഏഷ്യാനെറ്റിലെ ഭാവി. മോദി സർക്കാരിൻ്റെ നിലപാടുകൾ വിമർശിക്കുന്ന ഒരാളെ എങ്ങനെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലിൽ സുപ്രധാന സ്ഥാനത്ത് ഇരുത്തുമെന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. റിപ്പോർട്ടർ TV-യിലെ ഡിജിറ്റൽ ഹെഡായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ഏഷ്യാനെറ്റിലേക്ക് ഉണ്ണി കൂറുമാറിയത്. മുൻ നിശ്ചയിച്ച പ്രകാരം
ജൂൺ 10 ഏഷ്യാനെറ്റ് ന്യൂസ് കൺസൾട്ടിംഗ് എഡിറ്ററായി ജോയിൻ ചെയ്യാനായിരുന്നു തീരുമാനം. ഇതിനിടയിൽ ദേശാഭിമാനി വാരികയിൽ ജൂൺ 15 പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്ന ലേഖന പരമ്പരയുടെ കവർ ചിത്രം സഹിതം ഉണ്ണി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത്. ഈ പോസ്റ്റിന്റെ ലിങ്ക് അദ്ദേഹം തന്നെ വ്യാപകമായി ഷെയർ ചെയ്യുകയും ചെയ്തു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട മാനേജ്മെന്റ് വിശദീകരണം ചോദിക്കുകയും ലേഖന പരമ്പര അവസാനിച്ചിട്ട് വന്നാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. റിപ്പോർട്ടറിൽ ജോലി ചെയ്ത കാലത്ത് എഴുതി നൽകിയ പരമ്പരയാണെന്ന വിശദീകരണമാണ് ഉണ്ണി നൽകിയിരിക്കുന്നത്. പരമ്പരയുടെ ആദ്യ ഭാഗമായ ലേഖനം അടങ്ങിയ വാരിക ഇന്ന് ന്യൂസ് സ്റ്റാൻഡുകളിലെത്തി. ഫാസിസത്തിലേക്ക് ഇനിയത്ര ദൂരം എന്നാണ് തലക്കെട്ട്. സ്വാതന്ത്ര്യ സമരകാലത്ത് ആർ എസ് എസും ഹിന്ദു മഹാസഭയും സ്വീകരിച്ച നിലപാടുകളെ രൂക്ഷമായി ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. നരേന്ദ്രമോദി 2024 തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളടക്കം ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മോദി സർക്കാരിന്റെ നിലപാടുകൾക്കും നയങ്ങൾക്കും ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെന്ന വാദമാണ് ലേഖനത്തിലുടനീളം ഉണ്ണി പറഞ്ഞു വയ്ക്കുന്നത്. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഇപ്പോൾ സംസ്ഥാന BJP അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ തന്റെ ഉടമസ്ഥതയിലുള്ള ചാനലിലെ ഒരു മുതിർന്ന ജേർണലിസ്റ്റ് ഇത്തരമൊരു ലേഖന പരമ്പര CPMന്റെ വാരികയിൽ എഴുതിയതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം. ഏഷ്യാനെറ്റ് ന്യൂസിലെ പോളിസി പ്രകാരം അവിടുത്തെ ജീവനക്കാർക്ക് പുറമേയുള്ള പ്രസിദ്ധീകരണങ്ങൾ എഴുതുന്നതിന് വിലക്കുണ്ട്. മാനേജ്മെന്റിന്റെ അനുമതിയോടെ മാത്രമേ കലാസൃഷ്ടികൾ എഴുതാൻ പാടുള്ളൂ എന്നാണ് ഏഷ്യാനെറ്റ് കമ്പനി ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. CPMന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്. CPM നിലപാടുകൾ ഊട്ടിയുറപ്പിച്ച് ഒപ്പം സംസ്ഥാന ഭരണകൂടത്തെ സർവാത്മന പിന്താങ്ങിയാണ് പരമ്പര തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ലേഖന പരമ്പരയുടെ പേരിൽ ഉണ്ണി ബാലകൃഷ്ണനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ഇതാണ് സാഹചര്യം. ഇപ്പോൾ ഉണ്ണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷ ചിന്താഗതികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവമുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലേക്ക് പോകുന്നത്. ആ പോകുന്നതിനിടയിൽ ആ ഒരു ഗ്യാപ്പിൽ സംഭവിച്ചിരിക്കുന്നതാകട്ടെ വീണ്ടും ഇടതുപക്ഷം, അതും ദേശാഭിമാനി എന്ന് പറയുന്നത് CPMന്റെ മുഖപത്രം, ആ പത്രത്തിന്റെ വാരികയിലാണ് ഉണ്ണിയുടെ ലേഖനങ്ങൾ, ആ ലേഖന പരമ്പര തന്നെ വരുന്നത്. അതും മോദി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട്. ചെറിയ രീതിയിലുള്ള വിമർശനമല്ല, ആദ്യം മുതലെയുള്ള ഇപ്പോൾ ഗോൾവാക്കർ അടക്കമുള്ള ആളുകൾ എടുത്തിട്ടുള്ള ഞങ്ങളും അവരും എന്ന രീതിയിൽ വേർതിരിച്ചൊരു ജനസമൂഹത്തെ കാണുന്ന, ഞങ്ങളെന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം നിൽക്കുന്നവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. മറുവശത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് നിർത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും മുസ്ലിം സമുദായത്തിലുള്ള ആളുകളൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. ആ വേർതിരിവ് വന്നുമല്ല. 2 രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന സിദ്ധാന്തം, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് വേർതിരിഞ്ഞു പോയ 2 രാജ്യങ്ങളെന്ന് പറയുന്ന സിദ്ധാന്തം അതായിരുന്നില്ല സത്യത്തിൽ 3 രാജ്യങ്ങളെന്ന സിദ്ധാന്തം ഉണ്ടെന്നൊക്കെ ആ ലേഖനങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊന്ന് ഹിന്ദുക്കളുടെ, മറ്റൊന്ന് മുസ്ലിങ്ങളുടെ, പിന്നീട് ക്രിസ്ത്യാനികളടക്കമുള്ള മറ്റുള്ളവരുടെ രാജ്യം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ചർച്ച ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അയോധ്യയിൽ അമ്പലം പണിത, രാമക്ഷേത്രം പണിത, അതിൽ കോടതിയിൽ ഏതു വിധത്തിൽ പൊതുബോധത്തിന് അടിമകളാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഇലക്ഷനിൽ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സംസാരിച്ച വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഫാസിസം എങ്ങനെ, അല്ലെങ്കിൽ ഫാസിസത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ള കാര്യം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു ലേഖന പരമ്പര എഴുതുന്നൊരു വ്യക്തിയെ എങ്ങനെയാണ് വലതു തീവ്രപക്ഷമുള്ള ഒരു മുതലാളിയുടെ സ്ഥാപനത്തിലെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ജോയിനിങ് ഡേറ്റ് നീട്ടിയിരിക്കുന്നത്. പക്ഷേ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന്. ഉണ്ണിയെ പോലൊരു മാധ്യമപ്രവർത്തകൻ, വളരെ എസ്റ്റാബ്ലിഷ്ഡായ, വളരെ സീസൺഡായ ഒരു മാധ്യമപ്രവർത്തകനെ അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം പോലുമില്ല. തീർച്ചയായിട്ടും റിപ്പോർട്ടർ ചാനലിലേക്ക് തിരിച്ചു ചെന്നാൽ ഉണ്ണിക്ക് അവിടെ ഒരു സ്ഥാനം എന്തായാലും ഉണ്ടാകും. അതല്ല എങ്കിൽ മറ്റു മാധ്യമ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ണി അബ്സോർവ് ചെയ്യാൻ തയ്യാറായിരിക്കും. ഇനി അതൊന്നും അല്ലെങ്കിൽ കൂടി സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് ചാനൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ പോലും ഉണ്ണിയെ കേൾക്കാനുള്ള ആളുകളുണ്ടാവും. എന്തായാലും ഇനി വരാൻ പോകുന്ന സംഗതികൾ കാത്തിരുന്ന് കാണാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് നിങ്ങൾ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.